ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മാത്സിലെ സെക്കൻഡ് യൂണിറ്റാണ്. നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഈ ക്ലാസ്സിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് എടുക്കുന്നത്. പാർട്ട് 1 കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് ക്ലാസ്സുകളുടെ വീഡിയോസ് എല്ലാം STD 3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. അതുപോലെ മാത്സിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD 3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പെൻഷൻ. ഇവിടെ ഒരു മുത്തശ്ശി പറയുന്നത് നോക്കൂ. മുത്തശ്ശിയുടെ പെൻഷൻ്റെ പണം വന്നിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെന്ത്, 200 rupees ടു ദ മിൽക്ക് മാൻ. പാൽക്കാരന് 200 രൂപ കൊടുക്കണം. 500 rupees ടു ദ ഗ്രോസറി. പലചരക്ക് കടയിൽ 500 രൂപ കൊടുക്കണം. 100 rupees ടു മിൻഹ ടു ബി ഗിവൺ. അതായത് മിൻഹയ്ക്ക് 100 രൂപയും കൊടുക്കണം. ഹൗ മച്ച് ഇൻ ഓൾ? ആകെ എത്ര രൂപയുണ്ടെങ്കിൽ? ടോട്ടൽ കാണാൻ എന്താ ചെയ്യേണ്ടത്? മിൽക്ക് മാന് കൊടുക്കാനുള്ള 200 rupees പ്ലസ് ഗ്രോസറിയിൽ കൊടുക്കാനുള്ള 500 rupees പ്ലസ് മിൻഹയ്ക്കുള്ള 100 rupees എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നു? 200 + 500 700 പ്ലസ് 100 800 rupees ആണ് ടോട്ടൽ വരുന്നത്. ഇനി മിൻഹ എന്ത് പറയുന്നു? ഐ വിൽ ഡെപ്പോസിറ്റ് ദ 100 rupees ഗ്രാൻഡ്മ ഗേവ് മീ ഇൻ മൈ പിഗ്ഗി ബാങ്ക്. അമ്മമ്മ തരുന്ന ഈ 100 രൂപ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുറ്റിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമെന്ന് മിൻഹ പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, ഐ വിൽ ഗിവ് യു 1 rupee ഈച്ച് ഡേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും നിനക്ക് 1 രൂപ വീതം വച്ച് തരാം. മിൻഹ റോട്ട് ഇൻ എ കാർഡ് ഹൗ മച്ച് ഷീ ഹാഡ് ഇൻ ഹെർ മണി ബോക്സ് ഈച്ച് ഡേ. ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്? മിൻഹയുടെ മണി ബോക്സിൽ എത്ര രൂപ വീതം ഉണ്ടായിരിക്കുമെന്ന് മിൻഹ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഒരു ടേബിളിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ആ ടേബിളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ഡേ മിൻഹയ്ക്ക് കിട്ടിയത് 100 rupees ആണ്. മുത്തശ്ശി കൊടുത്ത, ഗ്രാൻഡ്മ കൊടുത്ത അല്ലേ? അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് 100 rupees ആണ് ടോട്ടൽ. സെക്കൻഡ് ഡേ കുറ്റിയിൽ എത്ര ഉണ്ടായിരിക്കും? മുത്തശ്ശി കൊടുത്ത 100 പ്ലസ് ഫാദർ കൊടുക്കുന്ന 1 രൂപയും. അപ്പോൾ 100 + 1 = 101. ഇനി ഫിഫ്ത്ത് ഡേ എത്ര ഉണ്ടായിരിക്കും? ഫസ്റ്റ് ഡേ ഗ്രാൻഡ്മ കൊടുക്കുന്ന 100 rupees അതുപോലെ തന്നെ ഫിഫ്ത്ത് ഡേ അച്ഛൻ കൊടുക്കുന്ന 4 rupees. ഫിഫ്ത്ത് ഡേ വരെ ആകുമ്പോൾ എത്രയാവും? ഓരോ രൂപ വീതം കൊടുക്കുമ്പോൾ 4 rupees ആവും അല്ലേ? അപ്പോൾ 100 + 4 = 104. സിക്സ്ത് ഡേയോ? മുത്തശ്ശി കൊടുത്ത 100 rupees അച്ഛൻ കൊടുക്കുന്ന 5 rupees. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 100 + 5 = 105. ഇനി എയ്ത്ത് ഡേയോ? ഗ്രാൻഡ്മ ആദ്യം കൊടുത്ത 100 rupees അതുവരെയുള്ള 7 rupees. 107. 100 + 7 = 107. നയൻത്ത് ഡേ 108 rupees. അപ്പോൾ 100 + 8 = 108. ഇനി 10th ഡേയോ? അതായത് 10ാമത്തെ ദിവസമോ? ഗ്രാൻഡ്മ ആദ്യം കൊടുത്ത 100 rupees അതുവരെയുള്ള 9 rupees. 100 + 9 = 109. 11th ഡേ ഗ്രാൻഡ്മ ആദ്യം കൊടുത്ത 100 rupees അതുവരെയുള്ള 10 rupees. 100 + 10 = 110. ഹൗ മച്ച് ഓൺ ദ 21st ഡേ? ഇനി 21ാമത്തെ ദിവസം എത്ര രൂപ ഉണ്ടായിരിക്കും? ആദ്യം കൊടുത്ത 100 അതുവരെയുള്ള 20 rupees. അപ്പോൾ 100 + 20 = 120. ഹൗ മച്ച് ഓൺ ദ 54th ഡേ? 54ാമത്തെ ദിവസം എത്ര രൂപ ഉണ്ടായിരിക്കും? ആദ്യം കൊടുത്ത 100 അതുവരെയുള്ള 53 rupees. 100 + 53 = 153. ഹെൽത്ത് സർവേ. എ ഹെൽത്ത് സർവേ ഈസ് ബീയിങ് കണ്ടക്റ്റഡ്. നാട്ടിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു ആരോഗ്യ സർവേ നടക്കുന്നുണ്ട്. ദേ വിസിറ്റ് ഹൗസസ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ നമ്പേഴ്സ്. വീട്ട് നമ്പറിൻ്റെ പ്രകാരമാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ സർവേ നടത്തുന്നത്. ദേ റീച്ച് മിൻഹാസ് ഹോം ആൻഡ് ദ ഹൗസ് നമ്പർ ഈസ് 296. അവരെന്ത് ചെയ്തു? മിൻഹയുടെ വീട്ടിലെത്തി. മിൻഹയുടെ വീട്ടിലെത്തിയപ്പോൾ മിൻഹയുടെ വീട്ട് നമ്പർ എത്രയാണ്? 296 ആണ്. 296 ആണ്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ഹൗസസ് ദേ ആർ ഗോയിങ് ടു വിസിറ്റ് നെക്സ്റ്റ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇനി അവർക്ക് എവിടെയൊക്കെയാണ് പോകാനുള്ളത് എന്ന് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ, അതായത് 296 ശേഷമുള്ള വീട്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. യു ക്യാൻ ഓൾസോ കളർ ദ ഹൗസസ്. ഈ വീടുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനോഹരമായിട്ടുള്ള നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. നോക്കിക്കേ, ഇവിടെ ആദ്യം അവർ പോയത് 295 അല്ലേ? വീട്ട് നമ്പർ എന്ന് പറയുന്നത് 295. പിന്നെ മിൻഹയുടെ വീട് 296. അടുത്തത് ഏത് വരും? 297, 298,
299. പിന്നെയോ 300. അടുത്തത് 301, 302, 303, 304, 305, 306, 307, 308, 309, 310, 311. ഇങ്ങനെയാണ് ഇവിടെയുള്ള ഹൗസ് നമ്പേഴ്സ് വരുന്നത്. പ്രൈസ് ഓഫ് പെൻസിൽസ്, പെൻസിലിൻ്റെ വില. അനൈ ബോട്ട് എ ബോക്സ് ഓഫ് പെൻസിൽസ് ഫ്രം ദ ഫാക്ടറി വെർ മിൻഹാസ് ഫാദേഴ്സ് ഷോപ്പ്. മിൻഹയുടെ അച്ഛൻ്റെ ഫാക്ടറിയിൽ നിന്നും എന്ത് ചെയ്തു? അനൈ ഒരു പെട്ടി പെൻസിൽ വാങ്ങി. ദ പ്രൈസ് വാസ് ₹300. ആ ഒരു പെട്ടി പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് 300 രൂപയായിരുന്നു. ഇൻ വാട്ട് ഡിനോമിനേഷൻസ് വുഡ് ഹി ഹാവ് ഗിവൺ ദ ഫോളോയിങ് നോട്ട്സ് ആൻഡ് കോയിൻസ്. അവന് ഏതൊക്കെ രീതിയിലായിരിക്കും ഈ നോട്ട്സും കോയിൻസും കൊടുത്തിട്ട് 300 രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതായത് 300 റുപ്പീസ് എന്നുള്ളതിന് നമുക്ക് പല രീതിയിൽ എഴുതാം. അത് ഏതൊക്കെ രീതിയിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ ഒരു 200 റുപ്പിയും ഒരു 100 റുപ്പിയും ആവാം. 200 + 100 = 300 അല്ലേ? അതല്ലെങ്കിൽ 3 100 റുപ്പീസ് കൊടുക്കാം. 3 100 റുപ്പീസ് ചേരുമ്പോൾ 300 ആയില്ലേ? അല്ലെങ്കിൽ 6 50 റുപ്പീസ് കൊടുക്കാം. 6 50 റുപ്പീസ് ചേരുമ്പോഴും 300 ആണ്. 6 തവണ 50 എഴുതിയിട്ട് ആഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് 300 എന്ന് കിട്ടുന്നില്ലേ? അതല്ലെങ്കിൽ ഒരു 200ഉം 2 50യും കൊടുക്കാം. 200 + 50 + 50 = 300 ആവുന്നില്ലേ? അല്ലെങ്കിൽ 20 റുപ്പീസ് മാത്രം കൊടുക്കാം. എത്ര എണ്ണം കൊടുക്കേണ്ടി വരും? 15 20 റുപ്പീസ് കൊടുക്കേണ്ടി വരും. 15 തവണ നിങ്ങൾ 20 എഴുതി കൂട്ടി നോക്കൂ, നിങ്ങൾക്ക് 300 എന്ന് കിട്ടും. 15 20 രൂപ കൊടുത്താലും 300 റുപ്പീസ് ആക്കാവുന്നതാണ്. അല്ലെങ്കിൽ 30 10 റുപ്പീസ് കൊടുക്കാം. 30 തവണ 10 എഴുതി കൂട്ടി നോക്കൂ, ആഡ് ചെയ്ത് നോക്കൂ, 300 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 30 10 റുപ്പീസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 300 റുപ്പീസ് തികയ്ക്കാവുന്നതാണ്. ഇനി വേറെയും രീതികളുണ്ട്. പല രീതിയിൽ നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടെത്തി എഴുതുക. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ഇഫ് ഈച്ച് നോട്ട് ആൻഡ് കോയിൻ ഇൻ ദ പിക്ചർ ഈസ് ടേക്കൻ ടുഗെദർ ഹൗ മച്ച് റുപ്പീസ് വുഡ് ഇറ്റ് ബി? നമുക്ക് ഈ പിക്ചറിൽ ഒരുപാട് നോട്ടുകളും കോയിൻസും തന്നിട്ടുണ്ട് അല്ലേ? അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര രൂപയാകും ടോട്ടൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് 100 റുപ്പീസ് ആണല്ലേ? അപ്പോൾ 100 + 20 + 50 + 10 + 200 + 500 + 5 + 2 + 1 എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കൂ, എത്ര വരുന്നുണ്ട്? 888 എന്നാണ് ആൻസർ വരുന്നത്. ക്യാൻ യു ഡ്രോ ഇറ്റ് ഇൻ ദ അബാക്കസ്? ആ നമ്പർ നിങ്ങൾക്ക് അബാക്കസിൽ വരയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും അല്ലേ? എങ്ങനെയാണ്? 888 ആണ്. അപ്പോൾ 100ൻ്റെ പ്ലേസിൽ 8 ബീഡ്സ് നമ്മൾ വരച്ചു കൊടുക്കണം. 10ൻ്റെ പ്ലേസിലും 8 ബീഡ്സ് വരച്ചു കൊടുക്കുക. 1ൻ്റെ പ്ലേസിലും 8 ബീഡ്സ് വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് 888 നമ്മൾ അബാക്കസിൽ പിക്ചറൈസ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? ഇവിടെ ഈ അബാക്കസിൽ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഏതാണ്? 100ൻ്റെ പ്ലേസിൽ 2 ആണ്. അതുപോലെ 10ൻ്റെ പ്ലേസിൽ 6 ആണ്. 1ൻ്റെ പ്ലേസിൽ 3 ആണ് അല്ലേ? അപ്പോൾ നമ്പർ എത്രയാണ്? 263. സെക്കൻഡ് അബാക്കസ് നോക്കൂ. വാട്ട് ഈസ് ദ നമ്പർ? ഡ്രോ ബീഡ്സ് ടു മേക്ക് ഇറ്റ് 764 ഇൻ ദിസ് പിക്ചർ. ഈ അബാക്കസിൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 100ൻ്റെ പ്ലേസിൽ 3യും 10ൻ്റെ പ്ലേസിൽ 0യും 1ൻ്റെ പ്ലേസിൽ 1ഉം ആയിട്ട് ബീഡ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 764 ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ 764 ആവണമെങ്കിൽ ഇനി എത്ര ബീഡ്സ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം? 100ൻ്റെ പ്ലേസിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 4 എണ്ണം കൂടെ ചേർത്ത് കൊടുത്താലേ 7 ആവുകയുള്ളൂ. അപ്പോൾ 4 ബീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുക. 10ൻ്റെ പ്ലേസിൽ 6 ബീഡ്സ് വരച്ചു കൊടുക്കുക. 1ൻ്റെ പ്ലേസിലോ 3 ബീഡ്സ് കൂടെ വരച്ചു കൊടുക്കുക. അപ്പോൾ 764 ആയി. ഇനി തേർഡ് അബാക്കസ് നോക്കൂ. അതിൽ നമ്മളൊന്നും വരച്ചിട്ടില്ല. ഡ്രോ ബീഡ്സ് ടു ഷോ എനി നമ്പർ യു ലൈക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക? അബാക്കസിൽ വരച്ചു കൊടുക്കണം. ഞാൻ എടുത്ത നമ്പർ നോക്കൂ. 100ൻ്റെ പ്ലേസിൽ 1, 10ൻ്റെ പ്ലേസിൽ 2, 1ൻ്റെ പ്ലേസിൽ 3. അപ്പോൾ നമ്പർ എത്രയാണ്? 123. എ ചെക്ക്. ലുക്ക് അറ്റ് ദ ചെക്ക് മിൻഹാസ് ഫാദർ റോട്ട്. മിൻഹയുടെ അച്ഛൻ എഴുതിയിട്ടുള്ള ചെക്കിലെ എമൗണ്ട് നോക്കൂ. ദ എമൗണ്ട് ഈസ് റിട്ടൺ ഓൺലി ഇൻ വേർഡ്സ്. റൈറ്റ് ഇറ്റ് ആസ് നമ്പർ. ഇതിൽ എമൗണ്ട് വേർഡ്സിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, നമ്പേഴ്സിൽ എഴുതിയിട്ടില്ല. ഏതാണ് വേർഡ്സിൽ എഴുതിയ നമ്പർ? എമൗണ്ട് എത്രയാണ്? 1000 എന്നാണ് അല്ലേ? അതിനെ നമ്പറിൽ എഴുതി നോക്കൂ. എങ്ങനെയാണ് 1000 എന്ന് എഴുതുന്നത്? 100
0. കംപ്ലീറ്റ് ദ ടേബിൾ ഫില്ല് ചെയ്യുക. നമുക്കിവിടെ ഈ ടേബിളിൽ ചില നമ്പേഴ്സ് നമ്പറായിട്ട് എഴുതി തന്നിട്ടുണ്ട്, ചിലത് ഇൻ വേർഡ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്പറിൽ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, വേർഡ്സിലേക്ക് എഴുതണം. വേർഡ്സിൽ തന്നിട്ടുള്ള നമ്പർ നമ്മൾ നമ്പറിലേക്ക് ആക്കിയിട്ട് എഴുതണം. ആദ്യത്തെ നമ്പർ നോക്കൂ, 1, 2, 5. എങ്ങനെയാണ് ഇൻ വേർഡ്സ് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, 125. ഇനി സെക്കൻഡ് നോക്കൂ, 405. നമ്പറിൽ എങ്ങനെ എഴുതാം, 405. തേർഡ് 890, 890. 342, 342. അടുത്ത നമ്പർ നോക്കൂ, 617, 617. 550, 550. 261, 261. ബാങ്ക് ഡെപ്പോസിറ്റ്. ലുക്ക് അറ്റ് ദ പേയിങ് സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ പേയിങ് സ്ലിപ്പ് നമ്മൾ ക്യാഷ് അടക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പേയിങ് സ്ലിപ്പ് തരും. അതിവിടെ തന്നിട്ടുണ്ട്. വി ഹാവ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡിനോമിനേഷൻസ് ആൻഡ് ദ ടോട്ടൽ എമൗണ്ട്. നമുക്കിതിൽ ഏതൊക്കെ കോയിൻസ് അതുപോലെ ഏതൊക്കെ നോട്ട്സ് ആണുള്ളതെന്ന് തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ എത്രയെണ്ണം വീതമാണെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. മിൻഹാസ് ഫാദർ ഗേവ് 6 നോട്ട്സ് ടു ഡെപ്പോസിറ്റ് 800 റുപ്പീസ്. മിൻഹയുടെ അച്ഛന് 800 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 നോട്ടുകൾ കൊടുത്തു. ഏതോ 6 നോട്ടുകൾ കൊടുത്തു. വാട്ട് നോട്ട്സ് വുഡ് ഹി ഹാവ് ഗിവൺ? ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? ഏതൊക്കെ നോട്ടുകളാണ് നമുക്കുള്ളത്? 200 ഉണ്ട്, 500 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും നോട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ 6 നോട്ട്സേ ആകെ കൊടുത്തിട്ടുള്ളൂ. 800 റുപ്പീസ് ആണ് താനും. നമുക്ക് പല രീതിയിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് നോക്കിക്കേ, ഒരു 500ൻ്റെ നോട്ട്, ഒരു 200ൻ്റെ നോട്ട്, ഒരു 100ൻ്റെ നോട്ട്. 500 + 200 + 100 800 ആയില്ലേ? നമ്പർ ഓഫ് നോട്ട്സ്, നോട്ടുകളുടെ എണ്ണം. ഐ ഹാവ് 370 റുപ്പീസ് റിമൈനിങ്. മിൻഹയുടെ അച്ഛൻ പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ 370 റുപ്പീസ് ബാക്കിയുണ്ട്. ദ നമ്പർ ഓഫ് നോട്ട്സ് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദിസ് നമ്പർ. എൻ്റെ കയ്യിലുള്ള നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിജിറ്റിൻ്റെ അതായത് 370 എന്ന ഡിജിറ്റിൻ്റെ സമ്മിന് തുല്യമാണ്. അതായത് ഇതിൽ എത്ര ഡിജിറ്റ്സ് ആണുള്ളത്? 370. ഇത് 3 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? അതിന് തുല്യമാണ്. വാട്ട് നോട്ട്സ് ഡു ഐ ഹാവ്? എൻ്റെ കയ്യിലുള്ള നോട്ടുകൾ ഏതൊക്കെയാണ്? ആൻഡ് ഹൗ മെനി ഓഫ് ഈച്ച്? അതുപോലെ തന്നെ എത്ര എണ്ണം വീതമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ ഡിജിറ്റ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എത്രയാണ്? 3 + 7 + 0 = 10 ആണ്. അപ്പോൾ 10 നോട്ട്സ് ആണുള്ളത്. ഏതൊക്കെ നോട്ടുകളായിരിക്കും ഉള്ളത്? 100ൻ്റെ 3 നോട്ട്സും 10ൻ്റെ 7 നോട്ട്സും. 100ൻ്റെ 3 നോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയായി? 100 + 100 + 100 300 ആയി. 7ൻ്റെ 10 നോട്ട്സ് എന്ന് പറയുമ്പോൾ 70 ആയി. 300 + 70 = 370 അല്ലേ? സം 10 സമ്മാവുന്ന കുറച്ച് നമ്പേഴ്സ് നോക്കിക്കേ. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 109 ഈസ് 1 + 0 + 9 = 10. 109 എന്നുള്ള ഒരു നമ്പർ എടുത്ത് നോക്കൂ. അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് എത്രയാണ്? 1 + 0 + 9 = 10 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 118? 118 എന്നുള്ള നമ്പറിൻ്റെ സം ഓഫ് ഡിജിറ്റ് എത്രയാണ്? 1 + 1 + 8 = 10. Another number is 127. 127ൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് എത്രയാണ്? 1 + 2 + 7 = 10 തന്നെയാണ്. ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 10? എത്ര നമ്പറുകളുണ്ട്? സം ഓഫ് ഡിജിറ്റ്സ് 10 ആയ എത്ര നമ്പറുകളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബിറ്റ്വീൻ 100 ആൻഡ് 200. 100നും 200നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 100നും 200നും ഇടയിൽ വരുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 109 ആണ് അല്ലേ? 1 + 0 + 9 = 10 വരുന്നത് 109 ആണ്. പിന്നെ 118. 1 + 1 + 8 = 10 അല്ലേ? അടുത്തതോ 127. 1 + 2 + 7 = 10 ആണ്. ഇനി അടുത്തതോ 136, 145, 154, 163, 172, 181, 190. ഇത്രയും നമ്പേഴ്സ് വരുന്നുണ്ട്. ആകെ എത്ര നമ്പേഴ്സായി? 10 നമ്പേഴ്സാണ് ആയത്.
അടുത്തത് ബിറ്റ്വീൻ 200 ആൻഡ് 300. 200നും 300നും ഇടയിൽ സം ഓഫ് ഡിജിറ്റ്സ് 10 ആയ ഏതൊക്കെ നമ്പേഴ്സ് എത്ര എണ്ണം വരുന്നുണ്ട്? ആദ്യം വരുന്ന നമ്പർ 208 ആണ്. 2 + 0 + 8 = 10 അല്ലേ? അടുത്തത് 217. 2 + 1 + 7 = 10 അല്ലേ? അടുത്തതോ 226, 235, 244, 253, 262, 271, 280. ഇത്രയും നമ്പേഴ്സാണ് സം ഓഫ് ഡിജിറ്റ്സ് 10 ആയിട്ടുള്ളത്. ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സാണ് ഉള്ളത്. ഇനി അടുത്തത് ബിറ്റ്വീൻ 300 ആൻഡ് 400. 300നും 400നും ഇടയിൽ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? ആദ്യം വരുന്ന നമ്പർ 307 ആണ്. 3 + 0 + 7 = 10 അല്ലേ? അടുത്തത് 316, 325, 334, 343, 352, 361, 370. ഇത്രയും നമ്പേഴ്സാണ് വരുന്നത്. ആകെ 8 നമ്പേഴ്സാണ് ഉള്ളത്. ഇനി അവസാനത്തെ നോക്കൂ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇൻ ഓൾ? ഇതുപോലെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നുണ്ട് സം ഓഫ് ഡിജിറ്റ്സ് 10 ആയിട്ടുള്ളത്? നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ബിറ്റ്വീൻ 100 ആൻഡ് 200 10 നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 200 ആൻഡ് 300 9 നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 300 ആൻഡ് 400 8 നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 400 ആൻഡ് 500 7 നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 500 ആൻഡ് 600 6 നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 600 ആൻഡ് 700 5 നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 700 ആൻഡ് 800 4 നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 800 ആൻഡ് 900 3 നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 900 ആൻഡ് 1000 2 നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 54 നമ്പേഴ്സാണ് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്നത്. എന്തായിട്ടുള്ളത്? സം ഓഫ് ഡിജിറ്റ്സ് 10 ആയിട്ടുള്ളത്. മിൻഹ പറയുന്നത് നോക്കൂ. ഐ ഹാവ് 100 rupee ആൻഡ് 10 rupee നോട്ട്സ് ആൻഡ് ഓൾസോ 1 rupee കോയിൻസ്. എൻ്റെ കയ്യിൽ 100 റുപ്പീസിൻ്റെയും 10 റുപ്പീസിൻ്റെയും നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ 1 റുപ്പിയുടെ കോയിൻസും ഉണ്ട്. ദീസ് മേക്ക് 456 റുപ്പീസ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് 456 റുപ്പീസ് ഉണ്ടാക്കാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് വിച്ച് മേക്ക് അപ്പ് 456 റുപ്പീസ്? 456 റുപ്പീസ് ഉണ്ടാക്കാൻ ഈ 2 നോട്ടും ഈ 1 രൂപയുടെ കോയിനും വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും? ഏറ്റവും മിനിമം നമ്പർ ഓഫ് നോട്ട്സ് വരുന്ന രീതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 400 റുപ്പീസും 5 10 റുപ്പീസും 6 1 റുപ്പീസും വെച്ചിട്ട് 456 റുപ്പീസ് ഉണ്ടാക്കാം. 400 എന്ന് പറയുമ്പോൾ 400 ആയി. 5 10 റുപ്പീസ് എന്ന് പറയുമ്പോൾ 50 ആയി. 400 + 50 + 6 = 456 ആയില്ലേ? How much rupees does 600 rupee notes, 8 10 rupee notes and 5 1 rupee notes coins can make? 600 റുപ്പീസും 8 10 റുപ്പീസും 5 1 റുപ്പിയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ നമ്പർ? 685 ആണ്. അടുത്തത് നോക്കൂ. വാട്ട് അബൌട്ട് 400 rupee നോട്ട്സ് ആൻഡ് 9 1 rupee കോയിൻസ്? 4 100 റുപ്പീസിൻ്റെ നോട്ടും 9 1 rupee കോയിനും ചേർന്നാൽ ഉണ്ടാവുന്ന നമ്പർ ഏതാണ്? 409 ആണ് ആ നമ്പർ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. 300 റുപ്പീസിനെ ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം എഴുതാമെന്നാണ് നോക്കിയിട്ടുള്ളത്. ആദ്യം ഒന്ന് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 300 റുപ്പീസ് അല്ലേ? 3 100 രൂപകൾ ചേർന്നാൽ 300 രൂപയായി. 300 റുപ്പിയായി. അതായത് 3 × 100 = 300. അല്ലെങ്കിൽ 3 തവണ 100 എഴുതി ആഡ് ചെയ്ത് നോക്കുക. 100 + 100 + 100 എന്ന് എഴുതി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 300 എന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്തത് എത്ര 10 റുപ്പീസ് ചേർന്നാലാണ് 300 ആവുക? 30 10 റുപ്പീസ് ചേർന്നാലാണ് 300 ആകുക. നോക്കിക്കേ. 30 × 10 = 300 അല്ലേ? അല്ലെങ്കിൽ 30 തവണ എന്ത് ചെയ്യുക? 10 എഴുതി ആഡ് ചെയ്ത് നോക്കുക. അടുത്തത് എത്ര 20 റുപ്പീസ് ചേർന്നാലാണ് 300 റുപ്പീസ് ആവുക? 15 20 റുപ്പീസ് ചേർന്നാലാണ് 300 റുപ്പീസ് ആവുക. 15 × 20 = 300 ആണ്. അടുത്തത് എത്ര 50 റുപ്പീസ് ചേർന്നാലാണ് 300 ആവുക? 6 50 റുപ്പീസ് ചേർന്നാലാണ് 300 ആവുക. അതായത് 6 × 50 = 300 ആണ്. അടുത്തത് എത്ര 5 റുപ്പീസ് ചേർന്നാലാണ് 300 ആവുക? 65 റുപ്പീസ് ചേർന്നാലാണ് 300 ആവുക. 60 × 5 = 300 ആണ്. ഇനി എത്ര 1 റുപ്പി ചേർന്നാലാണ് 300 ആവുക? 300 1 റുപ്പീസ് ചേർന്നാലാണ് 300 ആവുക. 300 × 1 = 300.
കോർണർ PTA. Dad, don't forget to buy bananas. Tomorrow is corner PTA is here. മിൻഹ അവളുടെ അച്ഛനെ വിളിച്ച് പറയണത് നാളേക്കുള്ള പഴം വാങ്ങാൻ മറക്കരുത്, നാളത്തെ കോർണർ PTA നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് എന്നല്ലേ. ഫാദർ ബോട്ട് 6 kilogram ഓഫ് ബനാനാസ് ഫോർ ദ കോർണർ PTA. അച്ഛൻ എന്ത് ചെയ്തു? 6 കിലോഗ്രാം പഴം കോർണർ PTAക്ക് വേണ്ടിയിട്ട് വാങ്ങി. ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ബനാനാസ് ഈസ് 50 rupees. 1 കിലോഗ്രാം ബനാനയുടെ വില എന്ന് പറയുന്നത് എന്താണ്? 50 rupees ആണ്. ഫാദർ ഗേവ് എ 500 rupee നോട്ട് ആൻഡ് ഗോട്ട് 3 notes ഇൻ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ബാക്ക്. അച്ഛന് കടയിൽ 500 rupeesൻ്റെ ഒരു നോട്ട് കൊടുത്തു, പകരം 3 വ്യത്യസ്ത നോട്ടുകൾ സാധനം വാങ്ങിയതിൻ്റെ ബാക്കി പണമായിട്ട് കടക്കാരൻ തിരിച്ചു കൊടുത്തു. വാട്ട് നോട്ട് ഡിഡ് ഹി ഗെറ്റ്? അച്ഛന് ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദ്യം. ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുള്ളതെന്ന് നമുക്ക് എഴുതി നോക്കാം. ആകെ അച്ഛൻ വാങ്ങിയ പഴം എന്ന് പറയുന്നത് എത്രയാണ്? 6 kilogram ആണ് അല്ലേ. ദ പ്രൈസ് ഓഫ് 1 kilogram ബനാന ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 rupees ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് 6 kilogram ബനാനാസ് എത്രയായിരിക്കും? 6 into 50 ആയിരിക്കും. 1 കിലോഗ്രാം പഴത്തിൻ്റെ വില 50 ആണെങ്കിൽ 6 കിലോഗ്രാം പഴത്തിൻ്റെ വില 6 into 50 ആണ്. 6 into 50 is equal to 300 rupees ആണ്. ഇനി ഫാദർ കൊടുത്തത് എത്രയാണ്? 500 rupees ആണ്. അപ്പോൾ എത്രയായിരിക്കും ഫാദറിന് ബാക്കി കിട്ടിയിട്ടുണ്ടായിരിക്കുക? 500 minus 300 is equal to 200 rupees ആയിരിക്കും ബാക്കി കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി ഇത് 3 നോട്ടുകളായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും? ഒന്നുകിൽ 100ൻ്റെ ഒരു നോട്ട്, 50യുടെ ഒരു നോട്ട്, പിന്നെയോ 10 rupeesൻ്റെ 5 നോട്ടുകൾ. നോക്കിക്കേ, 100 + 50 + 50 is equal to എത്രയാണ്? 200 ആയില്ലേ. വാട്ട് ഇഫ് ഹി ഹാഡ് ഗോട്ട് 4 different notes ബാക്ക്? ഇനി അച്ഛന് 4 different നോട്ട്സാണ് തിരികെ കൊടുത്തത് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 100ൻ്റെ ഒരു നോട്ട്, 50യുടെ ഒരു നോട്ട്, 20യുടെ 2 നോട്ട്, 10ൻ്റെ ഒരു നോട്ട്. 100 + 50 + 40 + 10 is equal to 200 ആയില്ലേ. ഡ്രാഗൺ. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് വെൻ ടു ദ പാർക്ക്. മിൻഹയും കൂട്ടുകാരും എവിടെ എത്തി? പാർക്കിലേക്ക് പോയി. ഹിയർ ഈസ് എ ഡ്രാഗൺ, ലെറ്റ്സ് പ്ലേ വിത്ത് ഇറ്റ്. ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട്, നമുക്കതുമായിട്ട് കളിക്കാമെന്ന് മിൻഹ പറയുന്നു അല്ലേ. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ ഓൺ ദ ഡ്രാഗൺ. ഡ്രാഗണിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ ബാക്കിയുള്ള നമ്പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള കോളങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ആ നമ്പേഴ്സ് ഇവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നമ്പർ അവിടെ തന്നിട്ടുണ്ട് 898, 899. അടുത്തത് ഏതായിരിക്കും? 900, 901, 902, 903, 904, 905, 906, 907, 908, 909, 910, 911, 912, 913, 914, 915, 916, 917, 918, 919. ഇങ്ങനെയാണ് ഇവിടെ നമ്പേഴ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. റീഡ് ആൻഡ് റൈറ്റ് ദീസ് നമ്പേഴ്സ്. നമുക്ക് താഴെ കുറച്ച് നമ്പേഴ്സ് ഇൻ വേർഡ്സിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ നമ്പറാക്കിയിട്ട് എഴുതണം. ആദ്യത്തേത് നോക്കൂ, 899. നമ്പേഴ്സിൽ എങ്ങനെ എഴുതാം? 899. 900, 900, 901, 901, 990, 990, 995, 995, 998, 998. ബ്രദേഴ്സ് ഗിഫ്റ്റ്. മിൻഹാസ് ബ്രദർ ഗേവ് ഹെർ എ ഗിഫ്റ്റ്. മിൻഹയുടെ സഹോദരന് അവൾക്ക് എന്ത് ചെയ്തു? ഒരു സമ്മാനം കൊടുത്തു. എ മാപ്പ് ഷോവിങ് ദ റിവേഴ്സ് ഓഫ് കേരള. കേരളത്തിലെ നദികളുടെ ഒരു മാപ്പായിരുന്നു അത്. ഷീ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. മിൻഹയ്ക്ക് അത് വളരെയധികം ഇഷ്ടമായി. സീ ഹൗ ദേ ഹാവ് ടാബുലേറ്റഡ് സം ഓഫ് ദ റിവേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് ആൻഡ് ദെയർ ലെങ്ത്സ്. ഇവിടെ നമ്മുടെ കേരളത്തിലെ കുറച്ച് റിവേഴ്സിൻ്റെ പേരും അത് എത്ര കിലോമീറ്ററാണ് അതിൻ്റെ ലെങ്ത്തും എന്ന് നമുക്കൊരു ടേബിളിൽ തന്നിട്ടുണ്ട്. ദെൻ റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. അത് നോക്കിയിട്ട് താഴെ നമുക്ക് തന്നിട്ടുള്ള ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അതിന് മുന്നേ ആയിട്ട് ടേബിളിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കാം കേട്ടോ. റിവർ ഏതാണ്? ആദ്യത്തെ റിവർ മഞ്ചേശ്വരം റിവർ, ലെങ്ത്ത് എന്ന് പറയുന്നത് 16 കിലോമീറ്റേഴ്സാണ്. വളപട്ടണം റിവർ 110 കിലോമീറ്റേഴ്സാണ്. ചാലിയാർ റിവർ 169 കിലോമീറ്റേഴ്സ്. ഭാരതപ്പുഴ 209 കിലോമീറ്റേഴ്സ്. പെരിയാർ
244 കിലോമീറ്റേഴ്സ്, പമ്പ റിവർ 176 കിലോമീറ്റേഴ്സ്, അച്ചൻ കോവിൽ റിവർ 128 കിലോമീറ്റേഴ്സ്, നെയ്യാർ റിവർ 56 കിലോമീറ്റേഴ്സ്, കല്ലട റിവർ 121 കിലോമീറ്റേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. ദ ലോങ്ങസ്റ്റ് റിവർ, ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണ് ഇതിൽ? നോക്കിക്കേ, ഇതിൽ വലിയ നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി അല്ലേ. വലിയ നമ്പർ ഏതാണ്? 244 ആണ്. അപ്പോൾ ദ ലോങ്ങസ്റ്റ് റിവർ എന്ന് പറയുന്നത് പെരിയാറാണ്. ലെങ്ത്ത് 244. ദ ഷോർട്ടസ്റ്റ് റിവർ, നീളം കുറഞ്ഞ റിവർ ഏതാണ്? മഞ്ചേശ്വരം റിവറാണ്. 16 കിലോമീറ്റേഴ്സാണ് ലെങ്ത്ത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി റിവേഴ്സ് ഇൻ ദ ലിസ്റ്റ് ആർ ലോങ്ങർ ദാൻ ചാലിയാർ? ചാലിയാറിനേക്കാൾ നീളം കൂടിയ എത്ര റിവേഴ്സ് ഈ ടേബിളിലുണ്ട്? റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ഓർഡർ ഫ്രം ദ ലോങ്ങസ്റ്റ് ടു ദ ഷോർട്ടസ്റ്റ്. അവയുടെ പേര് ലോങ്ങസ്റ്റിൽ നിന്നും ഷോർട്ടസ്റ്റിലേക്ക്, അതായത് നീളം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എഴുതുക. ചാലിയാറിൻ്റെ ലെങ്ത് എത്രയാണ് മക്കളെ? 169 ആണ് അല്ലേ. അപ്പോൾ 169നേക്കാട്ടിലും കൂടുതലുള്ള റിവേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കൂ. ഒരെണ്ണം ഭാരതപ്പുഴയുണ്ട്, 209 ആണ്. പിന്നെ പെരിയാറുണ്ട് 244, പമ്പ റിവറുണ്ട് 176. ബാക്കിയെല്ലാം 169നേക്കാട്ടിലും കുറവാണ്. അപ്പോൾ ഈ 4 റിവേഴ്സാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിനെ ലോങ്ങസ്റ്റിൽ നിന്നും ഷോർട്ടസ്റ്റിലേക്ക് എഴുതൂ. ആദ്യം വരുന്നത് പെരിയാർ 244, പിന്നെ ഭാരതപ്പുഴ 209, പമ്പ റിവർ 176, അടുത്തത് ചാലിയാർ 169. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 1, കംപ്ലീറ്റ് ദ പാറ്റേൺ. താഴെ തന്നിട്ടുള്ള പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കൂ. 11, 22, 33, 44. നെക്സ്റ്റ് നമ്പർ ഏത് വരും? 55, 66. സെക്കൻഡ് നോക്കൂ. 150, 250, 350, 450, 550. അടുത്തതോ 100, 101, 103, 106. നെക്സ്റ്റ് ഏത് വരും? 110, 115. ഇതെങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായോ? ആദ്യം 100ലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 101, 100ലേക്ക് 2 ആഡ് ചെയ്യുമ്പോൾ 103, 103ലേക്ക് 3 ആഡ് ചെയ്യുമ്പോൾ 106, പിന്നെ 106ലേക്ക് 4 ആഡ് ചെയ്യുക, അപ്പോൾ 110, 110ലേക്ക് 5 ആഡ് ചെയ്യുക, 115. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 990, 980, 970. ഇവിടെ 10 വീതം കുറഞ്ഞാണല്ലേ വരുന്നത്. അപ്പോൾ അടുത്തത് 960, 950. മൈ പാറ്റേൺ. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതാനും പാറ്റേണുകൾ ഇവിടെ എഴുതി ചേർക്കുകയാണ് വേണ്ടത്. 100, 105, 110, 115. 222, 222, 2222. 100, 120, 140, 160. 500, 400, 300, 200. ഇതൊക്കെ കുറച്ച് പാറ്റേൺസിന് എക്സാമ്പിളാണ് കേട്ടോ. ക്വസ്റ്റ്യൻ 2, ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഐ ആം എ 2-digit നമ്പർ. ഞാനൊരു 2 അക്ക നമ്പറാണ്. ഐ ആം ലാർജർ ദാൻ 80. ഞാൻ 80യേക്കാൾ കൂടുതലുള്ള ഒരു നമ്പറാണ്. ഐ ആം ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഈസ് 1 മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. എൻ്റെ വൺസ് പ്ലേസിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിനേക്കാൾ, 10ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയേക്കാൾ ഒരെണ്ണം കൂടുതലാണ്, ഒരു നമ്പർ കൂടുതലാണ്. അപ്പോൾ 2-digit നമ്പറാണ്, ലാർജർ ദാൻ 80 ആണ്. പിന്നെ വൺസിൻ്റെ പ്ലേസിൽ 9 ആണെങ്കിൽ 10ൻ്റെ പ്ലേസിൽ 8 ആയിരിക്കും. അപ്പോൾ നമ്പർ വരുന്നത് 89 ആണ്. അതുമാത്രമല്ല 80യേക്കാൾ എബവ് ഉള്ള നമ്പേഴ്സ് വരുള്ളൂ. ബാക്കിയെല്ലാം വരുന്നത് 78, 67, 56 അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ 89 മാത്രമേ 80യേക്കാട്ടിലും എബോവും, അതുപോലെ തന്നെ വൺസിൻ്റെ പ്ലേസിലെ നമ്പർ ടെൻസ് പ്ലേസിലെ നമ്പറിനേക്കാൾ 1 കൂടുതലായിട്ടുള്ള നമ്പറും ആയിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 89 മാത്രമേ ഉള്ളൂ. സെക്കൻഡ്, ഐ ആം എ 3-digit നമ്പർ. ഞാനൊരു 3 അക്ക സംഖ്യയാണ്. സം ഓഫ് ഡിജിറ്റ് ഈസ് 15. ഈ സംഖ്യയുടെ സം ഓഫ് ഡിജിറ്റ് 3 ഡിജിറ്റിൻ്റെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്, 15 ആണ്. ദ ഡിജിറ്റ് ഇൻ 100's പ്ലേസ് ഈസ് 8 ലെസ് ദാൻ ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ്. ഇനി 100ൻ്റെ പ്ലേസിലുള്ള നമ്പർ 1ൻ്റെ പ്ലേസിലുള്ള നമ്പറിനേക്കാട്ടിലും എത്ര കുറവാണ്? 8 കുറവാണ്. അതായത് അങ്ങനെ വരുന്ന ഒരേ ഒരു നമ്പറേ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് 100ൻ്റെ പ്ലേസിൽ 1ഉം 1ൻ്റെ പ്ലേസിൽ 9ഉം. ഇനി നടുവിലുള്ള ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഏതാണെന്ന് മാത്രം നമുക്ക് കണ്ടെത്തിയാൽ മതി.
അതെങ്ങനെ കണ്ടെത്തും? അത് കണ്ടെത്തുന്നതിന് നമുക്ക് സെക്കൻഡ് ക്ലൂ ഉപയോഗിക്കാം. എന്ത്? സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് 15 ആണ്. അതായത് 1 + 9 പ്ലസ് എത്ര കൂടെ കൂട്ടിയാലാണ് 15 ആവുക? 5 ആണ് അല്ലേ? 1 + 5 + 9 ആണ് 15. അപ്പോൾ നമ്പർ എത്രയാണ്? 159 ആണ്. Make a riddle of your own like this and write it in your notebook. Compare with friends riddles and try to solve them. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു റിഡിൽ, നമ്പേഴ്സ് വരുന്ന ഏതെങ്കിലും ഒരു റിഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കി നോക്കണം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു റിഡിൽ നോക്കൂ. ഐ ആം എ 3 ഡിജിറ്റ് നമ്പർ. ഞാനൊരു 3 അക്ക സംഖ്യയാണ്. ഐ ആം കമ്പോസ്ഡ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് കൗണ്ടിങ് നമ്പേഴ്സ്. ഞാൻ എങ്ങനെയാണ്? 3 തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ് എൻ്റെ നമ്പറായിട്ട് വരുന്നത്. സം ഓഫ് ഡിജിറ്റ് ഈസ് 6. സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ എങ്ങനെയാണ് വരും മക്കളെ? 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 1 2 3 വരാം, അല്ലെങ്കിൽ 2 3 4 3 4 5 4 5 6 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരിക. ഇങ്ങനെയുള്ള നമ്പേഴ്സിൽ സം ഓഫ് ഡിജിറ്റ് 6 വരുന്ന ഒരേ ഒരു നമ്പറുള്ളൂ. ഏതാണത്? 123. 1 + 2 + 3 അല്ലേ 6. അപ്പോൾ 123 ആണത് ഈ നമ്പർ. ക്വസ്റ്റ്യൻ 3. സ്കൂൾ സ്റ്റോർ. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 950 പെൻസിൽസ്. സ്കൂൾ സ്റ്റോറിലേക്ക് 950 പെൻസിലുകൾ വേണം. 950 പെൻസിൽസ് വേണം. മിൻഹ ഗേവ് 7 ബോക്സസ് ആൻഡ് 6 പാക്കറ്റ്സ് ഓഫ് പെൻസിൽസ്. മിൻഹ എന്ത് ചെയ്തു? 7 ബോക്സസും 6 പാക്കറ്റ്സും കൊടുത്തു പെൻസിലിൻ്റെ. ഈച്ച് ബോക്സ് ഹാസ് 100 പെൻസിൽസ് ആൻഡ് ഇൻ ഈച്ച് പാക്കറ്റ് 10 പെൻസിൽസ്. ഒരു ബോക്സിൽ 100 പെൻസിൽസ് ആണുള്ളത്, ഒരു പാക്കറ്റിൽ 10 പെൻസിൽസ് ആണ് ഉള്ളത്. ഹൗ മെനി മോർ ഷുഡ് ഷി ഗിവ് ടു മേക്ക് ഇറ്റ് 950? ഇനി എത്ര കൂടെ കൊടുത്താലാണ് 950 ആവുക? ഇതെങ്ങനെയാണ് കാണുന്നത് മക്കളെ? ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 950 ആണ് അല്ലേ? മിൻഹ ഗേവ് 7 ബോക്സസ് ആൻഡ് 6 പാക്കറ്റ്സ് ഓഫ് പെൻസിൽസ്. ഇനി 1 ബോക്സ് കണ്ടെയ്ൻസ്, ഒരു ബോക്സിൽ എത്ര പെൻസിൽസ് ആണുള്ളത്? 100 പെൻസിൽസ്. അപ്പോൾ 7 ബോക്സ് കണ്ടെയ്ൻസ് എത്രയായിരിക്കും? 7 ബോക്സിൽ എത്രയായിരിക്കും? അപ്പോൾ 7 × 100 = 700 പെൻസിൽസ്. ഇനി 1 പാക്കറ്റ് കണ്ടെയ്ൻസ് 10 പെൻസിൽസ്. ഒരു പാക്കറ്റിലുള്ളത് 10 പെൻസിൽസ് ആണ്. അങ്ങനെയെങ്കിൽ 6 പാക്കറ്റ് കണ്ടെയ്ൻസ് 6 × 10 = 60 പെൻസിൽസ്. 6 പാക്കറ്റിൽ 60 പെൻസിൽസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ദാറ്റ് മിൻഹ ഗേവ് എത്രയാണ്? മിൻഹ കൊടുത്തത് എത്രയാണ്? 700 + 60 = 760 ആണ്. ഇനി 950 ആവാൻ എത്ര കൂടെ വേണം? 950 ആവാൻ എത്ര കൂടെ വേണ്ടി വരും? 950 - 760 = 190. Suppose 950 pencils are given in boxes and packets. 950 പെൻസിൽസ് ആണ് എന്ത്? ബോക്സിലും പാക്കറ്റ്സിലും ആക്കിയിട്ട് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അതിലെ നമ്പർ ഓഫ് ബോക്സസ് എത്രയാവും? നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാവും? നമ്പർ ഓഫ് ബോക്സസ് 9 ആവും, നമ്പർ ഓഫ് പാക്കറ്റ്സ് 5 ആവും. അപ്പോഴല്ലേ 950 ആവുള്ളൂ. അതായത് നമ്പർ ഓഫ് ബോക്സസ് 9 ആവുമ്പോൾ 9 × 100 900. നമ്പർ ഓഫ് പാക്കറ്റ്സ് 5 ആവുമ്പോൾ 5 × 10 = 550. 900 + 50 = 950. ക്വസ്റ്റ്യൻ 4. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് സർക്കിൾസ്. നമുക്കിവിടെ കുറച്ച് പാറ്റേൺസ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 301 401 501. അടുത്തത് ഏത് വരും? 601 701. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 299 399 499. അടുത്തതോ 599 699. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 300 400 500. അടുത്ത നമ്പേഴ്സ് 600 700. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററായ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ ചെയ്ത് തീർക്കാനായിട്ടുള്ളത്. 2 പാർട്ടായിട്ടാണ് നമ്മൾ എടുത്തത്. വീഡിയോസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് സബ്ജക്റ്റുകളിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ നമ്മൾ ആ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്